CH മുഹമ്മദ് കോയ ജനിച്ചത് എന്നാണ്? 1927 ജൂലൈ 15 കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ. ഏറ്റവും കുറച്ച് ദിവസം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര്? CH മുഹമ്മദ് കോയ 54 ദിവസം. ഏത് പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു CH മുഹമ്മദ് കോയ? ചന്ദ്രിക. കേരള ചരിത്രത്തിൽ നിയമസഭാ സ്പീക്കർ, MLA, MP, ഉപമുഖ്യമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയ. ഏത് നിയമസഭയിലാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നത്? 5-ാം നിയമസഭയിൽ. CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 6. തുടർച്ചയായി 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്? MK അത്തോളി. CH മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര് എന്താണ്? ചെറിയാങ്കണ്ടി മുഹമ്മദ് കോയ. കേരളത്തിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര്? CH മുഹമ്മദ് കോയ. കേരള മുഖ്യമന്ത്രി ആയ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തി? CH മുഹമ്മദ് കോയ. കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു CH മുഹമ്മദ് കോയ? 10ാമത്തെ. ഒരു കലണ്ടർ വർഷത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സൂര്യഗ്രഹണങ്ങളുടെ എണ്ണം? 2. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മലപ്പുറം. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്? ഒക്ടോബർ 15. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം. സാഹിത്യത്തിലെ ഉന്നത പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി? 6ാമത്തെ. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആരെ? ശാരദ മുരളീധരൻ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഹരിത സാവിത്രി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരുടെ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഇലകളിൽ. കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസിക ഏത്? തളിര്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്?
വരയാട്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദ്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരാണ്? CH മുഹമ്മദ് കോയ, 34-ാം വയസ്സിൽ. ഇന്ത്യയുടെ ആദ്യ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ്? അശോക ചക്രവർത്തി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എത്ര? 6. 1 വെള്ളി, 5 വെങ്കലം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ആരംഭിച്ച ജില്ല ഏത്? കൊല്ലം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? 2. ഗോൾഡൻ ജൂബിലി എത്രാം വാർഷികത്തെ സൂചിപ്പിക്കുന്നു? 50-ാം വാർഷികം. ഗണിതശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത്? ഫീൽഡ്സ് മെഡൽ. തേനറകളുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ബഹുഭുജം ഏത്? സമഷഡ്ഭുജം. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്താലാണ്? എഡ്യൂസാറ്റ്. CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? KM സീതി സാഹിബ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? 2023 ജൂലൈ 14. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഒരു ഡെക്കേഡ് എത്ര വർഷമാണ്? 10 വർഷം. കേരള നിയമസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ നിയമസഭാംഗം ആര്? CH മുഹമ്മദ് കോയ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ. CH മുഹമ്മദ് കോയയുടെ മകനും മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്?